സുഹൃത്തുക്കളെ, ഈ കഥ ഒരു ഇന്ത്യൻ യുവാവിനെക്കുറിച്ചാണ്. പണം സമ്പാദിച്ച് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് പോകുന്നു. അവിടെ ഒരു വലിയ ധനികനായ ഷെയ്ഖിന്റെ വീട്ടിൽ ജോലി കിട്ടുന്നു. ഷെയ്ഖിന്റെ വീട് ഏറ്റവും വലുതാണ്. ധാരാളം ദാസദാസിമാർ, വലിയ വലിയ കാറുകൾ എല്ലാമുണ്ട്. ആ വീട്ടിൽ തന്നെ ഈ യുവാവും ജോലി ചെയ്തു തുടങ്ങി. ഷെയ്ഖ് അവന് പുറത്തൊരു ചെറിയ മുറി തന്നു. പകൽ നേരം മാന്യമായി ജോലി ചെയ്യും, രാത്രി തന്റെ മുറിയിൽ വിശ്രമിക്കും. എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. പക്ഷെ ഒരു ദിവസം കഥ വിചിത്രമായി തിരിഞ്ഞു. ഷെയ്ഖിന്റെ രണ്ടാമത്തെ ഭാര്യ ജാറ അതിസുന്ദരിയും രഹസ്യ സ്വഭാവമുള്ളതുമായ സ്ത്രീ. ആ ദാസന്റെ നേരെ ശ്രദ്ധ തിരിച്ചു തുടങ്ങി. അവൻ ജോലി ചെയ്യുമ്പോഴെപ്പോഴും നോക്കി നിൽക്കും. പതുക്കെ സംസാരം തുടങ്ങി. അവന്റെ ജോലിയെ പ്രശംസിച്ചു. പതുക്കെ അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ദാസൻ ഇതെല്ലാം വിചിത്രമായി തോന്നി. പക്ഷെ യജമാനിയെ ബഹുമാനിക്കുന്നവനായതിനാൽ ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം ഷെയ്ഖ് എന്തോ ജോലിക്ക് പുറത്തുപോയി. ഷെയ്ഖിന്റെ ഭാര്യ മറ്റു ദാസിദാസന്മാരെയെല്ലാം നേരത്തെ അവധി കൊടുത്തു പറഞ്ഞയച്ചു. വീട്ടിൽ 2 പേർ മാത്രമേ ബാക്കിയുള്ളൂ, ഷെയ്ഖിന്റെ ഭാര്യയും ആ ദാസനും. രാത്രി പെട്ടെന്ന് യജമാനി അവനെ തന്റെ മുറിയിലേക്ക് വിളിച്ചു. ഭയന്നുകൊണ്ട് ചെന്ന്, യജമാനി എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട്, അതെ, നിന്നോട് ചില പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട് എന്നു പറഞ്ഞു. കുറേ നേരം മൗനമായിരുന്നിട്ട്, നീ വേറെയാണ്, മറ്റു ദാസന്മാരെ പോലെയല്ല, നിന്നിൽ നേർമയുണ്ട്, ഏറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, നിന്റെ മേൽ വിശ്വാസമുണ്ട് എന്നു പറഞ്ഞു. യുവാവിന് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തോ പറയാൻ പോകുന്ന സമയത്ത് തന്നെ അവൾ, എന്താണെന്നറിയില്ല, പക്ഷെ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് യുവാവ് ഞെട്ടിപ്പോയി. മുറിയിൽ നിശബ്ദത നിറഞ്ഞു. ആ രാത്രി ആ ഇരുവരും തമ്മിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു ബന്ധം തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ ആ രഹസ്യം അവർക്കിടയിൽ മാത്രമായിരുന്നു. ഷെയ്ഖ് വീട്ടിലില്ലാത്തപ്പോൾ ഇരുവരും ഒരുമിച്ച് കഴിയും. ഒരു ദിവസം ഷെയ്ഖ് പെട്ടെന്ന് തിരിച്ചെത്തി ഇരുവരെയും ആ നിലയിൽ കണ്ടു ഞെട്ടി. പിന്നീട് ഷെയ്ഖിന്റെ ഭാര്യയും ദാസനും ചേർന്ന് ഷെയ്ഖിനോട് ചെയ്തത് എല്ലാവരെയും അമ്പരപ്പിച്ചു. സുഹൃത്തുക്കളെ, കഥ മുന്നോട്ടു പോകുന്നതിനു മുൻപ് ഒരു ചെറിയ അഭ്യർത്ഥന. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവിടെ ഹൃദയത്തെ തൊടുന്ന രഹസ്യവും ത്രില്ലിങ്ങുമായ കഥകൾ കിട്ടും. ഈ ഇന്ത്യൻ യുവാവിന്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സുഹൃത്തുക്കളെ, ഈ സംഭവം അലിഗഡ് നഗരത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ തുടങ്ങി. അവിടെ ഒരു സാധാരണ കുടുംബമുണ്ടായിരുന്നു. കുടുംബനാഥന്റെ പേര് രാംകിഷൻ, ഭാര്യയുടെ പേര് സവിത. അവർക്കൊരേയൊരു മകൻ ആലോക്. രാംകിഷൻ ഇഷ്ടിക ഭട്ടിയിൽ കൂലിപ്പണി ചെയ്ത് കുടുംബത്തെ പോറ്റിയിരുന്നു. എപ്പോഴും മകനോട്, ബാബു, പഠനത്തിൽ കഷ്ടപ്പെടണം, നല്ല ജോലി കിട്ടി നമ്മുടെ ജീവിതം മാറണം എന്നു പറയുമായിരുന്നു. ആലോക് അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് കഠിനാധ്വാനം ചെയ്തു പഠിച്ചു. പക്ഷെ ഭാഗ്യം കൂട്ടിനില്ല. പല ഫാക്ടറികളിലും ഇന്റർവ്യൂ കൊടുത്തിട്ടും ജോലി കിട്ടിയില്ല. അവസാനം ഒരു ചെറിയ ഹോട്ടലിൽ വെയിറ്റർ ജോലി ചെയ്യേണ്ടി വന്നു. ദിവസം 10 മണിക്കൂർ ജോലി ചെയ്ത് മാസം വെറും 7000 രൂപ മാത്രം കിട്ടിയിരുന്നു. എങ്കിലും കുറച്ച് സേവിങ്സ് ചെയ്ത് കുറച്ച് മാസങ്ങൾ കൊണ്ട് 35-40,000 രൂപ ശേഖരിച്ചു. അതായിരുന്നു അവന്റെ കഷ്ടപ്പാടിന്റെ അടയാളം. അപ്പോഴാണ് ഒരു ദിവസം ബാല്യകാല സുഹൃത്ത് വിനയ്യെ കണ്ടുമുട്ടിയത്. വിനയ് ചെറുപ്പം മുതൽ അച്ഛനോടൊപ്പം സൗദിയിലാണ്. വിനയിന്റെ അച്ഛന് അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്. വിനയും അച്ഛനോടൊപ്പം ബിസിനസ് പഠിക്കുകയാണ്. ഒരു ഭൂമി ജോലിയുമായി വിനയ് ഗ്രാമത്തിൽ വന്നു. അവിടെ ആലോകിനെ കണ്ടു. ഇരുവരും ഏറെ നാൾ കഴിഞ്ഞ് കണ്ട സുഹൃത്തുക്കളായതിനാൽ ഏറെ നേരം ഇരുന്ന് സംസാരിച്ചു. സംസാരത്തിനിടയിൽ ആലോക് സങ്കടത്തോടെ പറഞ്ഞു, വിനയ് ഭായ്, എൻ്റെ കയ്യിൽ ഏകദേശം 40,000 രൂപ സേവിങ്സ് ഉണ്ട്. പക്ഷെ എന്ത് ബിസിനസ് തുടങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല. വെയിറ്റർ ജോലി കൊണ്ട് ജീവിതം നടക്കില്ല, വീട്ടുകാര്യവും നല്ലതല്ല, അച്ഛനും പ്രായമായി. വിനയ് ചിന്തിച്ചിട്ട്, ഏത് ബിസിനസ് തുടങ്ങാനും ലക്ഷങ്ങൾ വേണം, വരുമാനവും ഉറപ്പില്ല. എനിക്ക് സൗദിയിൽ ചില ഏജന്റുമാർ പരിചയമുണ്ട്. കുറച്ച് കമ്മീഷൻ കൊടുത്താൽ ജോലി ശരിയാക്കി തരാം. അവിടെ കൂലിപ്പണി ചെയ്താൽ മാസം 35-36,000 എളുപ്പം കിട്ടും. ആലോകിന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ വെളിച്ചം വന്നു. ഭായ്, എനിക്ക് ജോലി ശരിയാക്കി തന്നാൽ ഈ ഉപകാരം ജീവിതകാലം മറക്കില്ല എന്നു പറഞ്ഞു. വിനയ് ചിരിച്ച്, സുഹൃത്തുക്കളല്ലേ എന്നു പറഞ്ഞു. പിന്നീട് ആലോക് എല്ലാ ഡോക്യുമെന്റുകളും തയ്യാറാക്കി സൗദി അറേബ്യയിലെത്തി. അവിടെ വിനയിന്റെ സഹായത്തോടെ ധനികനായ ഷെയ്ഖ് സുൽത്താൻ അലിയുടെ വീട്ടിൽ ജോലി കിട്ടി. സുൽത്താൻ അലിക്ക് 50 വയസ്സ്. സൗദിയിൽ നിരവധി വലിയ ഹോട്ടലുകളുണ്ട്. കടുപ്പക്കാരനാണ്, പക്ഷെ കഷ്ടപ്പെടുന്നവരെ ബഹുമാനിക്കും. ആദ്യം ആലോകിന് തോട്ടം പണി കൊടുത്തു. 2 മാസം ഒരു തെറ്റും കൂടാതെ ജോലി ചെയ്തു. ഷെയ്ഖ് അവന്റെ നേർമയിൽ സന്തുഷ്ടനായി. ഒരു ദിവസം പഴയ ഡ്രൈവർ ലീവിൽ പോയപ്പോൾ ആലോക്, സാബ്, വേണമെങ്കിൽ കുറച്ച് ദിവസം ഞാൻ തന്നെ കാർ ഓടിക്കാമെന്ന് പറഞ്ഞു. ഷെയ്ഖ് സമ്മതിച്ച് ഡ്രൈവർ ജോലി കൊടുത്തു. ശമ്പളവും കൂടുതൽ, മാസം 35-40,000. ആലോകിന് ഡ്രൈവിംഗ് ഇഷ്ടമായതിനാൽ ആ ജോലി വരദാനം പോലെയായിരുന്നു. പിന്നീട് അവൻ ഷെയ്ഖിന്റെ വീക്കിന് പുറത്ത് ചെറിയ മുറിയിൽ താമസം തുടങ്ങി. 5-6 മാസം കഴിഞ്ഞു. ആലോക് പുതിയ ജീവിതത്തിൽ പൂർണ്ണമായി ഒതുങ്ങി.
ഒരു ദിവസം ഷെയ്ഖിന്റെ കുടുംബത്തെക്കുറിച്ച് അത്ഭുതകരമായ ഒരു കാര്യം അറിഞ്ഞു. സുൽത്താൻ അലിക്ക് ഒരു ഭാര്യയല്ല 2 ഭാര്യമാർ. ആദ്യ ഭാര്യ സലീമ 45 വയസ്സ്, 15-16 വയസ്സുള്ള മകനുണ്ട്. രണ്ടാമത്തെ ഭാര്യ ജാറ 20 വയസ്സ്, അതിസുന്ദരി. ഷെയ്ഖ് അവളെ വേറെ വീട്ടിലാണ് പാർപ്പിച്ചിരുന്നത്. ജാറ ഷെയ്ഖിനേക്കാൾ 30 വയസ്സ് ഇളയപ്പാണ്. ഇതറിഞ്ഞ് ആലോക് ഞെട്ടി. ഈ വീട്ടിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്ന് സംശയം തോന്നി. ഒരു ദിവസം ഷെയ്ഖ് കോപത്തോടെ, എൻ്റെ രണ്ടാമത്തെ ഭാര്യ ജാറയെക്കുറിച്ച് എൻ്റെ ആദ്യ ഭാര്യ സലീമയോടോ മകനോടോ ഒരു വാക്കുപോലും പറഞ്ഞാൽ നിനക്ക് നല്ലതല്ല, ജോലി പോകും, സൗദിയിൽ എവിടെയും ജോലി കിട്ടില്ല എന്ന് മുന്നറിയിപ്പ് തന്നു. ആലോക് തലകുനിച്ച്, സാബ്, നിങ്ങളുടെ വീട്ടുകാര്യങ്ങളിൽ എനിക്ക് താല്പര്യമില്ല, നേർമയോടെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ മനസ്സിൽ ചോദ്യം, 20 വയസ്സുള്ള സുന്ദരി 50 വയസ്സുള്ള കിഴവനെ എന്തിനു കല്യാണം കഴിച്ചു? പതുക്കെ ആലോക് ഷെയ്ഖിനെയും ജാറയെയും കൊണ്ടുപോകൽ എവിടെ വേണമെങ്കിലും കൊണ്ടാക്കിൽ തുടങ്ങി. കുടുംബം മുഴുവൻ അവൻ്റെ മേൽ വിശ്വാസം വച്ചു. ഒരു ദിവസം ഷെയ്ഖിന് ബിസിനസ് ജോലിയായി മറ്റൊരു നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. ജാറയെ ആർക്കും വിശ്വാസമില്ലാത്തതിനാൽ പുറത്തുവിടാറില്ല. അവളെ ഒരു ആഡംബര മാളികയിൽ അടച്ചുവച്ചാണ് സൂക്ഷിച്ചിരുന്നത്. ആ ദിവസം ആലോകിനെ വിളിച്ച്, വരുന്ന 7-8 ദിവസം സലീമയുടെ അടുത്ത് പോകരുത്, ജാറയുടെ വീട്ടിൽ തന്നെ നിൽക്കണം, അവൾക്ക് എന്തു വേണമെങ്കിലും ഉടനെ കൊടുക്കണം, അവളെ കോപിപ്പിക്കരുത്, ഞാൻ അവളെ ഏറെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ജാറയോടും ഈ ഡ്രൈവറുമായി അനാവശ്യമായി സംസാരിക്കരുത്, ആവശ്യമുള്ളപ്പോൾ മാത്രം വിളിക്കണമെന്ന് പറഞ്ഞു. ജാറ മൗനമായി തലയാട്ടി. ഷെയ്ഖ് പോയതിനു ശേഷം ആ ആഡംബര വീട്ടിൽ ജാറയും ആലോകും ഒരു പാചകക്കാരൻ മാത്രമാണ് ബാക്കി. അവിടെ മുതൽ കഥ പുതിയ വഴിത്തിരിവെടുത്തു. ആദ്യ ദിവസം ജാറ ദൂരെ നിന്ന് മാത്രം ആലോകിനെ വിളിക്കും. രണ്ടാമത്തെ ദിവസം മുതൽ സംസാരം നീണ്ടു, ചിരിയും തമാശകളും തുടങ്ങി. ആലോക് ശ്രദ്ധിച്ചു, ജാറ എപ്പോഴും ഒറ്റയ്ക്കും സങ്കടത്തോടെയുമാണ് ഇരിക്കുന്നത്. അവളുടെ കണ്ണുകളിൽ വേദന കാണാമായിരുന്നു. ഒരു ദിവസം ആലോക് ധൈര്യം സംഭരിച്ച്, യജമാനി, ഒരു കാര്യം ചോദിച്ചാൽ കോപമില്ലല്ലേ? നീ ഇത്ര സുന്ദരിയും യുവതിയുമായിരുന്നിട്ട് 50 വയസ്സുള്ള കിഴവനെ എന്തിനു കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചു. ജാറ കണ്ണുകൾ താഴ്ത്തി. ആലോകിന് പേടിയായി ക്ഷമ ചോദിച്ചു. ജാറ ചിരിച്ച്, കിഴവനെ കിഴവൻ എന്ന് വിളിക്കാതിരിക്കാൻ എന്തു വിളിക്കും എന്ന് പറഞ്ഞു. പിന്നീട് ആലോക്, നിന്റെ കഥ പറയാമോ എന്ന് ചോദിച്ചു. ജാറ കുറെ ആലോചിച്ചിട്ട് തന്നെ കഥ പറയാൻ തുടങ്ങി. ഞാൻ സൗദിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു. ഞങ്ങളുടെ വീട് ഏറെ ദാരിദ്ര്യത്തിലായിരുന്നു. എൻ്റെ അച്ഛൻ ഷെയ്ഖ് സുൽത്താൻ അലിയുടെ ഹോട്ടലിൽ വെയിറ്റർ. ഏറെ കടം വരുത്തിയിരുന്നു. ഒരു ദിവസം സുൽത്താൻ അലി കടം വാങ്ങാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്നെ കണ്ട് മനസ്സുവച്ചു. അച്ഛനോട്, കടം മാപ്പാക്കാം, നിന്റെ മകളെ എനിക്ക് തന്ന് കല്യാണം കഴിക്കാം എന്നു പറഞ്ഞു. അച്ഛന് ധൈര്യമില്ലായിരുന്നു, കടബാധ്യതയുണ്ടായിരുന്നു. എനിക്കിഷ്ടമില്ലായിരുന്നെങ്കിലും ബലമായി സമ്മതിക്കേണ്ടി വന്നു. ആദ്യ ഭാര്യ സലീമയ്ക്ക് കല്യാണം അറിയില്ല. അവളുടെ പേരിലാണ് എല്ലാ സ്വത്തുമുള്ളത്. അതിനാൽ എന്നെ മറച്ചുവെച്ചു. ഞാനും ഈ ആഡംബര മാളികയിൽ പോലും തടവുകാരിയെപ്പോലെ ജീവിക്കുന്നു. ജാറയുടെ കഥ കേട്ട ആലോകിന്റെ കണ്ണുകൾ നിറഞ്ഞു. സങ്കടപ്പെടരുത് യജമാനി, ഇനിയും വഴിയുണ്ട് എന്ന് ആശ്വസിപ്പിച്ചു. ജാറ നിരാശയോടെ പറഞ്ഞു, സുൽത്താൻ അലി വലിയ മനുഷ്യനാണ്, രക്ഷപ്പെടാൻ പറ്റില്ല. ആലോക് ചോദിച്ചു, കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പുറത്ത് ആർക്കെങ്കിലും അറിയാമോ? ജാറ പറഞ്ഞു, ഇല്ല, എല്ലാം രഹസ്യമായിരുന്നു. ആലോക് മനസ്സിലാക്കി അത് യഥാർത്ഥ കല്യാണമല്ല, കേവലം ഒരു കരാറാണ്. ആ ദിവസം മുതൽ ഇരുവരും തമ്മിലുള്ള അകലം കുറഞ്ഞു. ചിരിയും സംസാരവും സ്നേഹവും കൂടി. ജാറയ്ക്ക് 22 വയസ്സുള്ള സാധാരണവും നേർമയുമുള്ളതുമായ ആലോക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി തോന്നി. ഒരു സന്ധ്യയിൽ ആലോക് മുറിയിലേക്ക് പോകുമ്പോൾ ജാറ, ഇന്നിവിടെ തന്നെ നിൽക്കൂ എന്നു പറഞ്ഞു. ആലോക് പരന്ന്, വേണ്ട യജമാനി, ഷെയ്ഖ് പെട്ടെന്ന് വന്നാൽ എന്നു പറഞ്ഞു. ജാറ കൈപിടിച്ച്, ഒന്നും സംഭവിക്കില്ല എന്നു പറഞ്ഞു. ആ ദിവസം ആലോക് പുറത്തുപോയി. ആ രാത്രി ഇരുവർക്കും ഉറക്കം വന്നില്ല. കുറച്ചുനേരം അവിടെ നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഇരുവരും വിചാരിച്ചു. പിറ്റേന്ന് ദിവസം ഇരുവരും ഒരുമിച്ച് പുറത്തുപോയി. മുഴുവൻ ദിവസവും ഒരുമിച്ച് ചെലവഴിച്ചു. സന്ധ്യയ്ക്ക് പാചകക്കാരനെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ആലോക് വീണ്ടും പോകാൻ നിൽക്കുമ്പോൾ ജാറ, ഇന്നെന്നെ ഒറ്റയ്ക്കാക്കി പോകുമോ എന്ന് ചോദിച്ചു. ആലോക് എന്താണ് ചെയ്യാൻ പറയുന്നത് എന്ന് ചോദിച്ചു. ജാറ, എന്തു വേണമെങ്കിലും നടക്കട്ടെ, ഇന്ന് എൻ്റെ അടുത്ത് തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞു. ആ രാത്രി വീട്ടിൻ്റെ എല്ലാ വാതിലുകളും അടച്ചു. ഇരുവരും മനസ്സു തുറന്ന് സംസാരിച്ചു. വേദനകളും ഏകാന്തതയും കഴിഞ്ഞ കാലവും എല്ലാം പങ്കുവച്ചു. ആ രാത്രി ഇരുവർക്കും അപാരമായ ശാന്തി ലഭിച്ചു. 5 ദിവസം അങ്ങനെ കഴിഞ്ഞു. 6-ാം ദിവസം ജാറ ആധിയോടെ, നാളെ സുൽത്താൻ വരും, വീണ്ടും നിന്നെ കാണാൻ പറ്റില്ല, നിന്നോടില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആലോകും, ഞാനും നിന്നോടില്ലാതെ ജീവിക്കില്ല, പക്ഷെ ഞാൻ പാവപ്പെട്ടവനാണ്, പാസ്പോർട്ട് പോലും ഷെയ്ഖിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. ജാറ, വീട്ടിൽ കുറച്ച് പണവും നിന്റെ ഡോക്യുമെന്റ്സുകളുമുണ്ട്, എനിക്ക് തടവ് ജീവിതം വേണ്ട, നിന്നോടൊപ്പം വരുമെന്ന് പറഞ്ഞു. ആലോക് സന്തോഷത്താൽ അവളെ ചേർത്തണച്ചു. ആ രാത്രി ഇരുവരും പ്ലാൻ തയ്യാറാക്കി. എല്ലാ പണവും ആഭരണങ്ങളും ഡോക്യുമെന്റുകളും എടുത്ത് ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറായി. ജാറ ഒരു കത്തും എഴുതി വെച്ചു. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആലോക്കിനൊപ്പം ഇന്ത്യയിലേക്ക് പോകുന്നു. എന്നെ അന്വേഷിക്കരുത്. ഞങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല, നിയമപരമല്ല. എന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെ മേൽ കേസ് കൊടുക്കും. സുൽത്താൻ വീട്ടിലെത്തിയപ്പോൾ ഇരുവരുമില്ല. ഫോണുകൾ സ്വിച്ച് ഓഫ്.
വീട്ടിൽ പണവും ആഭരണങ്ങളുമില്ല. കത്ത് വായിച്ച് സുൽത്താൻ തറയിൽ കൂട്ടിലിട്ടു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പോലീസിൽ പോയാൽ ആദ്യ ഭാര്യയ്ക്ക് അറിയുമെന്ന് പേടിച്ച് മിണ്ടാതെ നിന്നു. ആലോക്കും ജാറയും ഇന്ത്യയിലെത്തി. നിയമപരമായ കല്യാണം കഴിച്ചു. ജാറ കൊണ്ടുവന്ന പണം കൊണ്ട് ആലോക് ചെറിയ ബിസിനസ് തുടങ്ങി. നല്ല വീട് വാങ്ങി. അച്ഛനമ്മമാരെ വിളിച്ചു കൊണ്ടുവന്നു. 2 വർഷത്തിനുള്ളിൽ ജാറയ്ക്ക് ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇപ്പോൾ കുടുംബം സന്തോഷമായി ജീവിക്കുന്നു. എല്ലാവരും ഇതാണ് ആലോക് ജാറയുടെ പ്രണയകഥ. പ്രണയം ധനികനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസം നോക്കുന്നില്ല. യഥാർത്ഥ ഹൃദയത്തെ മാത്രം തേടുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഞെക്കൂ. ജയ് ഹിന്ദ്.